ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ വിവോയുടെ X200 Pro കിട്ടിയിട്ടുണ്ട്. സോ അത് നമ്മൾ ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗാലക്സി S24 Ultra ആയിട്ടാണ്. റീസെൻ്റ് ആയിട്ട് നമ്മൾ X200 വേഴ്സസ് S24 Ultrയുടെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് വന്നൊരു കമൻറ്റാണ് X200 Pro അല്ലേ ഡയറക്റ്റ് കമ്പനി. അബ്സല്യൂട്ട്ലി യെസ് ആണ്. പിന്നെ ഒരു കാര്യം S24 Ultra ആയിട്ടാണ് ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്പാരിസൺ വരേണ്ടത്. ബട്ട് സ്റ്റിൽ നമുക്കിപ്പോൾ കറൻ്റ്ലി ഇത് സാംസങ്സ് ബെസ്റ്റ് S24 Ultra ആയിട്ടാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യുന്നത്. ആൻഡ് എ ലോട്ട് ഓഫ് ക്യാമറ സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ബ്രൈറ്റ് ഔട്ട്ഡോർ, ബ്രൈറ്റ് ഇൻഡോർ, അതുപോലെ തന്നെ ലോ ലൈറ്റ് ഔട്ട്ഡോർ പോർട്രേറ്റ്സ്, ലോ ലൈറ്റ്, അതേപോലെ തന്നെ നോർമൽ ഫോട്ടോസ്, നോർമൽ വീഡിയോസ്, അങ്ങനെ പല പല സിനാരിയോസിനകത്ത് പല ആൾക്കാർ ഇതിൻ്റെ അതിനകത്തൊരു പ്രൊഫഷണൽ ക്യാമറമാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആൻഡ് ഹീ സെറ്റ് സംതിങ് റിയലി വാല്യൂബിൾ. രണ്ടും തമ്മിൽ കമ്പാരിസണിൽ ചില കാര്യങ്ങളിൽ ഈവൻ പുള്ളിക്ക് ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു, വേറെ കാര്യങ്ങളിൽ ചിലർക്ക് വേറെ ഫോൺ ഇഷ്ടപ്പെട്ടു, അങ്ങനത്തെ പല. സോ എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വീഡിയോ. സോ ഇറ്റ്സ് ഗോണ ബി ലെങ്തി. അതിൻ്റെ ക്യാമറ സാമ്പിൾസ് കാണിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നമ്മൾ ആ ലിമിറ്റേഷൻസ് നിന്നിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, സോ കൈൻഡ്ലി കോപ്പറേറ്റ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് നമ്മുടെ വിവോ X200 പോലെ ഒരു ഷോട്ട്. ആൻഡ് ഇത്രയാണ് ക്രോപ്പ് ആവുന്നത് കേട്ടോ. ഫസ്റ്റത്തെ കാര്യം ഇത്രയാണ് ക്രോപ്പ് ആവുള്ളൂ. ആൻഡ് നമ്മുടെ ഗാലക്സി S24 Ultra ഇത്ര സൂപ്പർ ക്രോപ്പ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത്രയും ക്ലോസ് ആവുന്നുണ്ട്. ആൻഡ് ഷർട്ടിൽ അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളും, ഷൂസ് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്രോപ്പ് ആകുമ്പോഴാണ് ഡീറ്റെയിൽ ക്രിസ്പായിട്ട് കിട്ടുന്നത് ഗാലക്സി S24 Ultra ആണ്. സോ ജസ്റ്റ് ക്വിക്കായിട്ട് പോകാട്ടോ. നെക്സ്റ്റ് ഷോട്ട്. ഓക്കെ, സോ ഫേസ് കണ്ടോ, എമ്മാതിരി ക്ലോസ് ആണ്. വേഴ്സസ് ഉണ്ടോ, ഇവിടെ വെച്ച് തീർന്നു. നമ്മുടെ വിവോ X200 Pro ഉണ്ടോ, ഇവിടെ വെച്ച് തീർന്നു. ആൻഡ് ഷർട്ടിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം രണ്ടിൻ്റെയും. ഓക്കെ, ഇതാണ് ഏകദേശം ഈക്വൽ വെച്ചിട്ട് രണ്ടിൻ്റെ നോക്കിയിട്ട്. ഓക്കെ, സോ ഈ ഒരു ഷോട്ട് എനിക്ക് സിൻസിയർലി പറയുകയാണെങ്കിൽ S24 Ultra ആണ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഫേസിൻ്റെ ആയാലും ആ കളറും കാര്യങ്ങളൊക്കെ കുറച്ചൊരു രസമായിട്ട് തന്നെയാണ് ഗാലക്സി S24 Ultra ആണ് കമ്പാരിറ്റീവ്ലി. ആൻഡ് ഉണ്ടോ ഷൂസിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിയാണ്ടോ, ഷൂസ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നേക്കുന്നത് ഗാലക്സി S24 Ultra ആണ്. ഈവൻ സൂം ചെയ്താൽ പോലും ഈ സെയിം ലൊക്കേഷനിൽ പോലും S24 Ultra ആണ് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ. ഇത് ഇൻഡോർ അത്യാവശ്യം നൈസ് കണ്ടീഷനാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് കേട്ടോ, ഇവിടെ ഫേസിൽ ശരിക്കും ശ്രദ്ധിച്ചറിയാം. ഫേസിൻ്റെ ആ ഒരു ഏരിയ, ആ ഒരു നമ്മളിപ്പോൾ ഒരു സർക്കിൾ വരച്ച് ആ ഫേസിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു സ്റ്റിൽ ഒരു പ്രോസസ്സിങ്ങിനകത്ത് ഒരു ചെറിയൊരു ഒരു ഷാർപ്പനിങ് നടക്കുന്നുണ്ട്. വേഴ്സസ് S24 Ultra ഇറ്റ്സ് ലൈക്ക് പെർഫെക്റ്റ് ഓവർ ഹിയർ. ആൻഡ് ദ ഷർട്ട് കണ്ടോ, ഷർട്ട് എന്നാൽ നമുക്ക് ഇവിടെ വരെ ക്രോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് പക്ക ക്രോപ്പിങ്, സൂപ്പർ ക്രോപ്പിങ് കൻ സി കണ്ടോ. ഇത്രയും ക്രോപ്പിംഗ് വേഴ്സസ് കൻ സി സ്റ്റിൽ സ്റ്റക്ക്. ഓക്കെ, ആൻഡ് ഇത് ഇവിടുത്തെ സൈഡ് ഒന്ന് നോക്കാം. ആ കൈ പിടിച്ചിരിക്കണേ, യു കൻ സി കണ്ടോ. ആൻഡ് സോ നെക്സ്റ്റ് ഒരു ഷോട്ട് കേട്ടോ. കേട്ടോ, ഇത് ഒറ്റയടിക്ക് തന്നെ അറിയാൻ പറ്റും രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഇത് നോക്കി, ഇതിൻ്റെ ഫേസിൻ്റെ ഇത് ഇവിടെ ഒരു കറക്റ്റ് ആ ഫേസിൻ്റെ എക്സാക്റ്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സാക്റ്റ് എവിടെയാണ് ഫേസ് എന്നൊക്കെ ഡിറ്റക്ട് ചെയ്ത് പക്ക. ചില ഷോട്ട്സിൽ ഈവൻ പോർട്രേറ്റ് മോഡിൽ ഐ ട്രാക്കിംഗ് വരെയുണ്ട്. സോ ആ ഷോട്ടൊക്കെ ചുമ്മാ ജില്ല് നട്ടിരിക്കണേ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ എക്സാക്റ്റായിട്ട് സംഭവമായിട്ട് പറഞ്ഞുള്ളൂ. ഇതിപ്പോൾ ഇൻഡോർ ബ്രൈറ്റ് സിനാരിയോ ആണ് കേട്ടോ. ഇനി വരാൻ പോകണേ ഉള്ളൂ സംഭവം തീയായിട്ടുള്ളത്. ഓക്കെ, സോ ഇൻഡോർ ബ്രൈറ്റ് സിനാരിയോ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഇത് എടുത്തേക്കുന്നത് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ആൾക്കും ഇഷ്ടപ്പെട്ടത് ഗാലക്സി S24 Ultra തന്നെയാണ്. നെക്സ്റ്റ് അങ്ങേ അറ്റത്തെ എക്സ്ട്രീം ക്ലോസപ്പ് പോർട്രേറ്റ് 135 ആട്ടോ. അതിനകത്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സീനൊന്നുമില്ല. പിന്നെ ഒബ്വിയസ്ലി ആ ഷർട്ടിൻ്റെ കളർ ഒബ്വിയസ്ലി S24 Ultra തന്നെയാണ്. ഇതിനകത്ത് ആ ഒരു ഷർട്ടിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോപ്പിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദ ഫേസ്, ഇതിനകത്ത് ഫേസിനകത്ത് ആ ഒരു എക്സ്ട്രാ റീടച്ചിങ് നടന്ന പോലെ തോന്നുന്നില്ല. അത്യാവശ്യം പ്രീമിയമായിട്ട് പക്കയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഷോട്ട് രണ്ടും കട്ടക്ക് കേട്ടോ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് രണ്ടാമതൊരു ഷോട്ടിനകത്ത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോഡ് എക്സ്ട്രാ അതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതാണ് സംഭവം. 135 mm, ദാറ്റ് മീൻസ് ഒരു 6x എന്ന് പറയാം. 5.9x ആണ് എക്സാക്റ്റ് വരുന്നത്. സോ 135 ഒരു മോഡ് കിട്ടുന്നുണ്ട്. സോ അത് എക്സാക്റ്റ് S24 Ultra വരുന്നെങ്കിൽ 5x തന്നെയാണ് വരുന്നത്. ആൻഡ് ദെൻ 85. സോ അപ്രോക്സിമേറ്റ്ലി അത് 3x അല്ല, 3xനേക്കാളും കുറച്ച് ഫ്രണ്ടിലുമാണ് എന്ന് വെച്ചാൽ ഒരു എഫക്റ്റീവ്ലി ഒരു 4x പോലെയാണ് 85 mm വർക്ക് ചെയ്യണത്. ആൻഡ് 50 mm ആണ് എഫക്റ്റീവ്ലി ഒരു 3x ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ആൻഡ് 35 mm നോർമൽ ഇത് തന്നെ നമ്മുടെ 2x തന്നെ. ആൻഡ് 23 mm 1x. ഈ ഒരു റേഞ്ചാണ് നമുക്ക് വരുന്നത്. സോ എക്സ്ട്രാ ഒരു മോഡിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു 85 mm ഒരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ വിവോ X200 Proയിൽ. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവമാണ്, ഈ ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, ഇതിനകത്ത് നല്ല കിണ്ണം കാച്ചിയ ഫിൽറ്റേഴ്സാണ്. അതാണ് 135 ആണ് എക്സ്ട്രീം ക്ലോസപ്പ് വരുന്നത്. ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡീറ്റെയിലിങ്ങിനേക്കാളും കൂടുതൽ അവർ ആ ഫിൽറ്റർ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ നോക്കും. വേഴ്സസ് S24 Ultra നോക്കിക്കഴിഞ്ഞാൽ
ബ്ലർ, സ്റ്റുഡിയോ, ഹൈ കീ മോണോ, ലോ കീ മോണോ, ബാക്ക് ഡ്രോപ്പ്, കളർ പോയിന്റ്. ഈ ഒരു കളർ പോയിന്റ് പോലത്തെ ഒരു സാധനമാണ് നമ്മുടെ ഇതിനകത്ത് ഈ കൾച്ചറൽ പോർട്രേറ്റ്. ഇതിൻ്റെ ഔട്ടൊക്കെ ചുമ്മാ തീയാണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഈ ത്രൂ ഫിൽറ്റേഴ്സ് ദാറ്റ് മീൻസ് എഫക്റ്റീവ്ലി ഒരു 1,00,000 റുപ്പീസിൻ്റെ ഒരു മിറർലെസ് ആണ് നമ്മുടെ ഗാലക്സി S24 അൾട്ര വേഴ്സസ് 75,000 രൂപയുടെ ഒരു മിറർലെസ് ആണ് വിവോ X200 Pro. അതെന്താ അങ്ങനെ പറഞ്ഞതല്ലേ, എന്താ 25,000 രൂപ ഒരു കട്ട് വന്ന്? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 75,000 രൂപയുടെ ഒരു മിറർലെസ് പ്ലസ് 2,00,000 രൂപയുടെ ക്യാമറ, ലെൻസ്, കിറ്റ്, ND ഫിൽറ്റേഴ്സ്, അങ്ങനത്തെ ഒരു സെറ്റപ്പ് എക്സ്ട്രാ. ദാറ്റ് മീൻസ് 75,000 രൂപയുടെ ക്യാമറ, 2,00,000 രൂപയുടെ ക്യാമറ, ലെൻസും, കിറ്റും, ആക്സറീസും, ആ ഒരു സെറ്റപ്പാണ് വിവോ X200 Pro വേഴ്സസ് ഒരു 1,00,000 റുപ്പീസിൻ്റെ മിറർലെസ്സും. ഇത് മാത്രമല്ല, ഓൾറെഡി നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിന് ഡെപ്ത് കൂട്ടാൻ കുറയ്ക്കാണ് പല ടൈപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ. പിന്നെ ഫിൽറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഇവിടെയാണ്. ഫിൽറ്റേഴ്സൊക്കെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ്. ആൻഡ് ദെൻ പിന്നെയുണ്ട്, പിന്നെ അതേ ഫേസിൻ്റെ റീടച്ചിങ്, നാച്ചുറൽ ക്ലാസിക്, സ്മൂത്തനിങ്, സ്കിന്ന്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അങ്ങനെ ടൺസ് ഓഫ്, അത് പോർട്രേറ്റ് മോഡിൽ ടൺസ് ഓഫ് സെറ്റപ്പുകൾ തന്നെയുണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഈ പോർട്രേറ്റ് മോഡിൽ ഡീറ്റെയിലിംഗ് പോകാണ്ടിരിക്കാൻ വേണ്ടി, ഞാൻ ചില സിറ്റുവേഷൻസിൽ ഡീറ്റെയിലിംഗ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പോകാണ്ടിരിക്കാൻ വേണ്ടി സാധനമുണ്ട്. ഹൈ റെസൊല്യൂഷൻ 85 MB നമുക്കൊരു ഹൈ റെസൊല്യൂഷൻ പോർട്രേറ്റ് എടുക്കാനുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പായിട്ട് വരുന്നത്, മീൻസ് ഒരു S24 അൾട്രയുടെ അടുത്തൊരു വരുന്നൊരു ക്രോപ്പിംഗ് വന്നാലും ഡീറ്റെയിൽ. പക്ഷേ അത് 85 MB ഒറ്റ ഒരു മോഡിൽ മാത്രം നമുക്ക് കിട്ടും കേട്ടോ. വേറെ മോഡ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇല്ല. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മോഡിൽ വരും. അപ്പോൾ ഡീറ്റെയിലിംഗ് മിസ് ഔട്ട് ആവും. സോ യു നീഡ് ടു പിക്ക്. നമ്മൾ എക്സ്ട്രാ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യണോ, ഒരു ലെൻസ് വേറെ, ഈ ലെൻസ് ഒരു വേറെ ലെൻസ് അപ്ലൈ ചെയ്യണം, അതേപോലെ ND ഫിൽറ്റർ അപ്ലൈ, അങ്ങനെ ഏത് വേണം? നമ്മൾ ഡീറ്റെയിലിംഗ് പ്രിഫർ ചെയ്യണോ അതോ ആ ഒരു ഫിൽറ്ററിൻ്റെ എഫക്റ്റ് പ്രിഫർ ചെയ്യണോ? അങ്ങനത്തെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു നമ്മൾ അതിൻ്റെ ഉത്തരം പറയുമ്പോഴാണ് ഇതിനകത്തൊരു ഔട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ. സോ ഗാലക്സി S24 അൾട്ര, വിവോ X200 Pro. ഓഫ്, എന്താ പറയുക, രണ്ടും രണ്ട് രീതിയിലാണ്. ഇതിനകത്ത് എന്തോ ഒരു ഫേസിലൊരു സംഭവം നടന്ന പോലെ S24 അൾട്ര ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിവോ X200 Pro അത്യാവശ്യം പക്കയായിട്ട് ജിൽ വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, അത്യാവശ്യം കൊള്ളാം. ആൻഡ് ലെറ്റ് മീ ക്രോപ്പ്. ഓഫ്, ക്രോപ്പിങ്ങിന് S24 അൾട്ര എങ്ങനെയായാലും S24 അൾട്ര കൊണ്ടുപോകും കേട്ടോ. ആൻഡ് പക്ഷേ ഈ ഒരു ക്രോപ്പിങ്ങിനെ പക്ക ഡീറ്റെയിലിംഗ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എക്സാക്ട്. ഓക്കെ, കണ്ടോ, രണ്ടും ജില്ല്. ആൻഡ് ഫേസിന് ആ ഒരു ഡിഫറൻസ് കണ്ടോ. ആൻഡ് എക്സാക്റ്റ് നാച്ചുറൽ ടോൺ ഏതാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും S24 അൾട്രയാണ് ഇപ്പോഴും നാച്ചുറൽ ടോൺ വന്നിരിക്കുന്നത്. ആൻഡ് ഇത് എന്താ സംഭവം ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കളർ ഫിൽറ്റർ ഉപയോഗിച്ചുള്ള സ്മൂത്തനിങ് അല്ല, അല്ലാണ്ടൊന്ന് ഡീറ്റെയിലിംഗ് ആകുമല്ലോ. ഇത് മീൻസ് ഡിജിറ്റൽ ആകുമല്ലോ. ചില തേർഡ് പാർട്ടി ആപ്പിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് ഡിജിറ്റൽ ആകുമ്പോൾ ഒരു എഫക്റ്റ് വരില്ലേ, ആ ഒരു സോർട്ട് ഓഫ് എഫക്റ്റാണ് എനിക്ക് X200 Proയിൽ ഫീൽ ചെയ്ത്. ആൻഡ് ഇതിനകത്ത് എനിക്കൊരു വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇച്ചിരി ടഫായി പോയി. കാരണം രണ്ടും രണ്ട് രീതിയിലുള്ള ഔട്ടാണ്. ഞാൻ നിങ്ങൾക്ക് തരുമായിരുന്നു പെർഫോമൻസ്, ഞാൻ ലാസ്റ്റ് എന്നാലും എൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ പറയാം സ്റ്റിൽ. സോ എനിക്ക് S24 അൾട്ര, കാരണം എൻ്റെ ഈ ചെറിയ ഇവിടുത്തെ മാർക്കൊക്കെ ഉണ്ടല്ലോ കുറച്ചൊന്ന് സ്മൂത്തൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ X200 Pro വേഴ്സസ് S24 അൾട്ര പക്കയായിട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു പ്രീമിയം ടച്ചിൽ തന്നെ മെയിൻ ചെയ്യും. സോ ഞാൻ ബ്രൈറ്റ് ഇൻഡോർ സെൽഫിയും S24 അൾട്ര തന്നെ കൊടുക്കും. ലോ ലൈറ്റ് ഔട്ട്ഡോർ പോർട്രേറ്റ്സ് ആണ് കേട്ടോ. X200 Proയിൽ ഇഷ്ടം പോലെ സാമ്പിൾസ് എടുക്കുന്നുണ്ട്. കാരണം ഒരു മോഡ് ടൈം നമുക്ക് തോന്നും ഇതാണ് അടിപൊളി, അടുത്ത മോഡ് ടൈം അതാണ് അടിപൊളി, അമ്മാതിരി ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളുണ്ട്. ഒരു S24 അൾട്ര ഒറ്റ മോഡ് എടുത്തു കഴിഞ്ഞാൽ അതേ ഉള്ളൂ, വേറെ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റിയോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. ആ മോഡിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊരു ഔട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നോയ്സിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. യു ക്യാൻ സി ഇതൊരു ഷോട്ട്. ഇതിനകത്ത് ആ ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ട് പോലും X200 Pro ഇരിക്കുന്നുണ്ടോ, ആ ഒരു ഡീറ്റെയിലൊക്കെ മെയിൻ. പക്ഷേ ഇവിടെ നല്ല നോയ്സും ആ ഒരു ഡിസ്റ്റോർഷനൊക്കെ വന്നിട്ടുണ്ട്. ആ ലോ ലൈറ്റിന് അത്യാവശ്യം ടൈം ഒന്ന് നോക്കട്ടെ, ജസ്റ്റ് സെക്കൻഡ്. 21:09:10 ഷോട്ടാണ് വന്നിരിക്കണേ. ആൻഡ് ഫ്യൂ സാമ്പിൾസും കാണിച്ചു തരാം. ഉണ്ടോ, ഇതിനകത്ത് ആ ഫിൽറ്റർ ഇട്ട് അപ്ലൈ ചെയ്ത്, ഈ ഫിൽറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്, നമ്മുടെ ക്യാമറയ്ക്കകത്ത് പോർട്രേറ്റിനകത്ത് ഇവിടെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു 85 mm കൾച്ചറൽ പോർട്രേറ്റ് എടുത്ത ഷോട്ടാണ്. ഊഫ്, ചുമ്മാ തീ. അത് നൈറ്റ് മോഡിൽ ആ സാധനം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് വേറെ ലെവൽ ഔട്ട് വേക്കൻസി. യെസ്. ആൻഡ് S24 അൾട്ര എല്ലാ ഷോട്ടും നമുക്ക് ആ ഒരു മീൻസ് ഒരു എന്താ പറയുക, എല്ലാ ഷോട്ടിലും ചെറിയ ഡിസ്റ്റോർഷനും ചെറിയൊരു ഡീറ്റെയിലിങ്ങിൻ്റെ ഒരു ഇഷ്യൂസും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ലോ ലൈറ്റ് വരുമ്പോൾ. വേഴ്സസ് ഇപ്പം ചുമ്മാ തീ. എല്ലാം കൊള്ളാം കേട്ടോ. ആൻഡ് ഇത് അത്യാവശ്യം S24 അൾട്ര അത്യാവശ്യം ഒരു, പക്ഷെ എന്നാലും കണ്ടോ ഫേസൊക്കെ നോയ്സ് ആയിട്ടും ഇഷ്യൂ ആയിട്ടാണ് ഇരിക്കണേ. ഡീറ്റെയിലിങ് സാധനം ഇല്ല. ആൻഡ് ഇത് നോർമൽ. ഇവർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഇവർ അതിൻ്റെ ഒരു പ്രൊസസ്സിങ്ങിലെ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞ സിനാരിയോ ഡീറ്റെയിലിംഗ് ഡിജിറ്റലൈസ് ആക്കുന്ന സംഭവം
ഡിജിറ്റലൈസ് ആക്കിയിട്ട് ആ ഒരു എന്താ പറയുക ഇതിനകത്തെ ആ ഒരു ഡീറ്റെയിലിംഗ് കുറവിന് ഇവരത് ഡിജിറ്റലൈസ് ചെയ്തിട്ട് ആ ഒരു കാണുമ്പോൾ ഒരു ഗുമ്മുണ്ട്. ആക്ച്വലി X200 Proയിൽ അത്ര സെറ്റപ്പായിട്ടല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് അവർ ഡിജിറ്റലൈസ് ചെയ്തിട്ട് ആ ഔട്ട് നമ്മൾ കാണുമ്പോൾ ഒരു പ്ലസൻറ്റ് ഒരു കൊള്ളാവുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അറ്റ് എ ഗ്ലാൻസ് അത് നല്ല ക്ലോസപ്പ് ചെയ്തു. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു ക്ലോസപ്പും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ നമുക്ക് ഇത്രയും ക്ലോസപ്പ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഉണ്ടാവും ഇവിടെ പോയി നമുക്ക് അറിയാൻ പറ്റുന്നത് ഇത്രയും ക്ലോസപ്പ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇതിനകത്ത് ഇതുണ്ടാവും ഈ ഒരു ലൊക്കേഷൻ ഒരു പക്കയായിട്ട് ഡിജിറ്റലൈസ് ചെയ്ത് പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് റിയലി ഗുഡ്. സോ ഞാനത് X200 Pro തന്നെയാണ് കേട്ടോ. ഒരു ചുമ്മാ പറയുള്ളൂ ക്ലിയർ വിന്നറാണ്, ഒന്നും പറയാനില്ല. യു ക്യാൻ സി കണ്ടോ ഈ ഷോട്ടിൽ ഫേസ് നോക്കി, ഫേസ് ഇല്ല കണ്ടോ, ഫേസ് മൊത്തം അത് ഉണ്ടോ മൊത്തം എന്തോ ഒരു സൂം ചെയ്തെടുത്തപ്പോൾ പോയ പോലെ. പക്ഷേ ഞാനുണ്ടോ സ്റ്റിൽ ബെറ്റർ ഓൺ ദ X200 Pro. ഫ്യൂ മോർ സാമ്പിൾസ്, എല്ലാ സാമ്പിളും അത് തന്നെ ഔട്ടാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ചില സാധനങ്ങളൊക്കെ ഇവൻ ചുമ്മാ X200 Pro ചുമ്മാ തീയായിട്ട് എടുത്തിട്ടുണ്ട്. പല ഫിൽറ്റേഴ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ X200 Pro ഔട്ട്. യു ക്യാൻ സി ലോ ലൈറ്റ് പോർട്രേറ്റ് ചുമ്മാ X200 Pro നെക്സ്റ്റ് ലെവലിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നും പറയാനേ ഇല്ല, കമ്പാരിസണേ വരുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ പിന്നെ ജസ്റ്റ് ഒരു കാണിക്കാൻ വേണ്ടി ജസ്റ്റ് സാമ്പിൾ ഷോട്ട്സ് പോലെ എടുത്തേ ഉള്ളൂ. കാരണം ഒന്നുമില്ല, എല്ലാത്തിനും ആ ഒരു ഡിസ്റ്റോർഷനും നോയ്സിൻ്റെ ഇഷ്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. വേഴ്സസ് X200 Pro ചുമ്മാ നൈറ്റ് തൂക്കി എന്ന് പറയാം, ആ രീതിയിൽ ഔട്ടാണ് X200 Pro വന്നിരിക്കണേ. ആൻഡ് ചില ഷോട്ട്സ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമില്ലേ, അത് മീൻസ് ഡിജിറ്റലൈസ് ചെയ്യാണ്ട് തന്നെ മീൻസ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ലെവലായിട്ടാണെങ്കിൽ അവരെ ഡിജിറ്റലൈസ് ചെയ്യും. ചില സിറ്റുവേഷൻസിൽ ഡിജിറ്റലൈസ് ചെയ്യാണ്ട് തന്നെ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഔട്ടും ഈ ഒരു സിറ്റുവേഷനിൽ പോലും ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ഉണ്ടോ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഈവൻ ഈ ഒരു സിനാരിയോ പോലും അതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഇമ്പ്രസ് ചെയ്തത്. അത് ഈ ഒരു ലോ ലൈറ്റിൽ ശരിക്കും ഷുഡ് ബി സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞ സിറ്റുവേഷനാണ്, പക്ഷേ മെയിൻറ്റെയിൻ റിയലി വെൽ. അതും S24 Ultra പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ S24 Ultra ഡീറ്റെയിലിംഗ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി സെയിം ആയിരുന്നു കേട്ടോ. എക്സ്ട്രീം ലോ ലൈറ്റിൽ നിന്ന് ഇച്ചിരി ലൈറ്റുള്ള സിറ്റുവേഷനിൽ വന്നപ്പോൾ തന്നെ S24 Ultra നിറം മാറ്റി തുടങ്ങി. യു ക്യാൻ സി S24 Ultra ഇപ്പം അത്യാവശ്യം സെറ്റായിട്ട് കമ്പാരിറ്റീവ്ലി ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫേസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ യു ക്യാൻ സി ഉണ്ടോ. ആൻഡ് യു ക്യാൻ സി സ്റ്റിൽ ഏതാ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ദ വിവോ X200 Pro തന്നെയാണ് ഞാൻ പറയും. യു ക്യാൻ സി ഉണ്ട് ഇത്രയും ക്രോപ്പാവുണ്ട് വേഴ്സസ് ഉണ്ട് ഇതിവിടെ വെച്ച് സ്റ്റക്കായി. ആ ഒരു ഡിസ്റ്റോർഷനും നോയ്സൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് ഇട്ട് പിന്നെയും ബാക്ക് ഓൺ ട്രാക്ക് എന്നൊരു കമ്പാരിറ്റീവിൻ്റെ ലെവലിൽ തന്നെ പിന്നെയും വന്നു. ആൻഡ് യു ക്യാൻ സി പക്ഷേ ക്രോപ്പിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ഇതുണ്ടോ ഇത്രയും ക്രോപ്പിംഗ് വേഴ്സസ് തീർന്നു, പരിപാടി തീർന്നു, ഇവിടെ വെച്ചേ ഉള്ളൂ. ആൻഡ് യു ക്യാൻ സി ഇവൻ്റെ ഒരു രക്ഷയില്ല 24 Ultra ക്രോപ്പിംഗ്. ഇത് കഴിഞ്ഞ ക്രോപ്പിങ്ങിൽ മനസ്സിലാവും, ദാറ്റ് മീൻസ് ആ ഡീറ്റെയിലിംഗ് ഇല്ലെന്ന് മനസ്സിലാവും. ആ ലെവലിൽ വെച്ച് X200 Pro നിർത്തി, നമ്മളില്ലേ എന്നുള്ള രീതിയിൽ X200 Pro അവിടെ നിർത്തി. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഷോട്ട്സ് ആൻഡ് യു ക്യാൻ സി പിന്നെ ഉണ്ട് ഷർട്ടിൻ്റെ ഒക്കെ കളർ നോക്കി നല്ല ഡിഫറൻസ് ഉണ്ട്. S24 Ultra ഇതാണ് ആക്ച്വലി ഷർട്ടിൻ്റെ കളർ എന്ന് പറഞ്ഞ ഇതാണ്. കാരണം ഇതിനകത്ത് ഈ ഫിൽറ്റേഴ്സ് ഉള്ളത് കാരണം ഏത് ഫിൽറ്റർ എടുത്താലാണ് നമ്മൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകും. And the same location with the okay, still I would prefer the Vivo X200 Pro. ആ കണ്ണാടിയിൽ ആ ഒരു ബ്ലാക്ക് കുറച്ചും കൂടി ബ്ലാക്കിഷ്, ഇത് അത്യാവശ്യം ഒരു വൈറ്റ് പ്രോപ്പർ ഇതാണ് എക്സാക്റ്റ് കളർ കേട്ടോ. എല്ലാം പറയുമ്പോൾ പറയണല്ലോ ഇതാണ് എക്സാക്റ്റ് കളർ. ഇതൊരു മാറ്റിയിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ ഫിൽറ്റർ അപ്ലൈ അനുസരിച്ച് നോർമൽ ഇട്ടാൽ പോലും സ്റ്റിൽ ഐ വുഡ് സേ Vivo X200 Pro തന്നെയാണ് ബെറ്റർ. യു ക്യാൻ സി X200 Pro ചുമ്മാ തീയായിട്ടാണ് ഔട്ട് വന്നിരിക്കണേ. ഇത് കണ്ടോ ആ കണ്ണാടിയിൽ ഒരു സിനിമാറ്റിക് ഫ്ലെയർ കേട്ടോ, കാരണം ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണ് കണ്ടോ, അതുവരെ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്, രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ടോ. ആൻഡ് പക്ഷേ ഇതിനകത്ത് കണ്ടില്ല ആ ഒരു ഇതിനകത്ത് നമ്മുടെ ആ ഒരു ഫേസിൻ്റെ കോട്ടിംഗ് ഉള്ളത് എനിക്ക് തോന്നുന്നു അത് അവിടെ ഒരു അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട്. കാരണം അതൊരു പ്രീമിയം ആയിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ ടച്ച് പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കണ്ടോ ആ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി. വേഴ്സസ് ഇത് കണ്ടോ പക്കയായിട്ട് ആ ഒരു ഒറ്റ സ്പോട്ട് വന്നത് ഇച്ചിരി സ്പ്രെഡ് ഔട്ട് ആയിപ്പോയി. സോ ബട്ട് സ്റ്റിൽ ആ ഒരു എന്താ പറയുക ക്രോപ്പിംഗ് സ്റ്റിൽ S24 Ultra തന്നെ. പക്ഷേ ഒബ്വിയസ്ലി ഫോട്ടോ തൂക്കി എന്ന് വെച്ചാൽ ഔട്ട്ഡോർ ലോ ലൈറ്റിലാണെങ്കിൽ എവിടെയെങ്കിലും ലൈറ്റ് വന്നു മീൻസ് ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫ്രണ്ടിട്ട് വന്നു, അല്ലെങ്കിൽ ഇച്ചിരി ഒരു ലൈറ്റുള്ള ഏരിയ ആയിട്ട് വന്നെങ്കിൽ പിന്നെ S24 Ultra ബാക്ക് ഓൺ ട്രാക്ക് ഇൻ ആക്ഷൻ ആണ്. യു ക്യാൻ സി അതിനകത്ത് S24 Ultra S24 Ultra ഈ ഷോട്ട് ലൈറ്റ് വരുമ്പോൾ S24 Ultra കയറുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ലോ ലൈറ്റിൻ്റെ സിറ്റുവേഷനിൽ മീൻസ് ലോ ലൈറ്റിൽ
വിത്തൗട്ട് ലൈറ്റിൽ X200 പ്രോയും ലോ ലൈറ്റ് വിത്ത് ലൈറ്റിൽ S24 അൾട്ര ഇങ്ങനെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ കണ്ടോ, പിടിച്ച് നിൽക്കണ്ട S24 അൾട്ര. ആൻഡ് ഓക്കെ സി, പക്ഷെ ഇവിടെ എനിക്ക് ഫേസ് ഡീറ്റെയിലിങ് ഈ ഒരു സിറ്റുവേഷനിൽ പോലും വിവോ X200 പ്രോ ചുമ്മാ തീ. വേഴ്സസ് നമുക്ക് ഇവിടെ കണ്ടോ ഇത്രയും ക്രോപ്പാണ്, പക്ഷേ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല കേട്ടോ. ഡീറ്റെയിലിംഗ് കിട്ടുന്ന ആ ഒരു ഷോട്ടിൽ വെക്കാം ഞാൻ ജസ്റ്റ്. ഇതാണ് ഏകദേശം സിനാരിയോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോഴും അത് ക്യാമറയിൽ വിസിബിൾ ആയിരിക്കില്ല. ഈ ഒരു ബിയേഡിൻ്റെ അവിടെയും ആ ഒരു മുസ്റ്റാഷിൻ്റെ അവിടെയൊക്കെ ഡീറ്റെയിലിംഗ് ഉള്ളത് നമ്മുടെ X200 പ്രോയ്ക്കാണ്. ഇവിടെ ആ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഫെയ്ഡായിട്ടൊരു ഡിജിറ്റലൈസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വാഷ്ഡ് ഔട്ട് ആയ പോലെ ഫീൽ കിട്ടുന്നുണ്ട് എനിക്കിവിടെ. ആൻഡ് ഷർട്ട് ഒബ്വിയസ്ലി ഒന്നും പറയാനില്ല, അത് ക്രോപ്പിങ്ങിൻ്റെ കാര്യം കൊണ്ട് നമ്മുടെ S24 അൾട്ര തന്നെയാണ് കൊണ്ടുപോവുക. ഗെയിൻ ഇത്രയും ക്രോപ്പ് ആവുന്നുണ്ട് വേഴ്സസ് ഈ റേഞ്ച് ക്രോപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഉണ്ടോ ഈ ഒരു ലെവലിൽ ക്രോപ്പ് ആവുന്ന ടൈമിലും ഉണ്ടോ ഈ ഒരു ബിയേഡും മൊസ്റ്റാഷും ഒന്നും ഡീറ്റെയിലിങ്ങേ അല്ല S24 അൾട്രയിൽ കണ്ടോ. ഇവിടെയൊക്കെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ മിസ് ആട്ടോ. വേഴ്സസ് ഇത് ചുമ്മാ ഇങ്ങനെ ക്രിസ്പ് ഡീറ്റെയിലിംഗ് ആയിട്ട് മെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വിവോ X200 പ്രോ. സോ ദാറ്റ്സ് ഞാൻ ലോ ലൈറ്റ് ഔട്ട്ഡോർ 24 അൾട്ര വരുന്നുണ്ട്. ലൈറ്റ് വരുന്ന സമയത്ത് 24 അൾട്ര ബെറ്ററായി വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ വുഡ് ഗീവ് എ വിൻ ഫോർ ദ വിവോ X200 പ്രോ. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിലിംഗ്, ആ ഒരു കളർ ഗ്രേഡിങ്ങും മീൻസ് ആ ഫിൽട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ കളർ സെറ്റപ്പ് ഒക്കെ നോക്കി ചുമ്മാ ഫിൽട്ടർ ഇല്ലാണ്ട് നാച്ചുറൽ എക്സാക്റ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇതിനകത്ത് കൊടുക്കാം. വേഴ്സസ് ഇത്രയും ഫിൽറ്റേഴ്സിൻ്റെ ഒരു മോഡ്സ് നമുക്ക് കിട്ടുന്നത്. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ലോ ലൈറ്റിൽ പോലും അതൊന്നും ഇഷ്യൂ ഇല്ലാണ്ടെല്ലാം ഒരു 90% പക്കയുടെ അതുണ്ട്. ആൻഡ് ചില സിറ്റുവേഷൻസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഫോർഗ്രൗണ്ടിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആ സബ്ജക്റ്റ് വരുന്ന സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഇഷ്യൂ, ആ ബ്ലറിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ ചെറുത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു സ്ട്രഗിളിങ് ഡിറ്റക്ട് ചെയ്താൽ തന്നെ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനകത്തൊക്കെ കുറച്ച് ഇഷ്യൂസ്, അത് ഒബ്വിയസ്ലി ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് ആണല്ലോ, അത് ഒബ്വിയസ്ലി അപ്ഡേഷൻ വഴി മാറേണ്ടതാണ് ഫോർ ഷുവർ. സോ അത് പേടിക്കേണ്ട ഇഷ്യൂ എന്ന് പറയത്തക്കില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. വിവോ X200 പ്രോ ഒബ്വിയസ്ലി നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ. ആൻഡ് ആ ബ്ലാക്ക് കളർ കുറച്ചും കൂടെ മാറ്റിയിട്ട് വന്നപ്പോൾ കുറച്ചും കൂടെ ആ ഷർട്ടിനൊക്കെ ഡീറ്റെയിലിംഗ് വന്ന് ഒരു കളർ ബൂസ്റ്റ്, ഒരു കളർ ഗ്രേഡിങ്. ഇപ്പോൾ നമ്മൾ പ്രീമിയം കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യില്ല ചില ഡാറ്റേഴ്സ് ചില മൂവിയിലൊക്കെ, അതേ രീതിയിലുള്ള ഒരു കളർ ഗ്രേഡിങ് ഫീൽ ചെയ്തിട്ടുണ്ട് ചില ഫിൽറ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്താൽ. മീൻസ് ഒരു പ്രൊഫഷണൽ പ്രീമിയം ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ, മീൻസ് DSLR മിറർലെസ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഔട്ട് രീതിയിലുള്ള ഒരു, എന്നിട്ടൊരു എഡിറ്റിംഗ് ചെയ്താലുള്ള ഔട്ട് രീതിയിലുള്ള ഫിൽറ്റേഴ്സ് വരുന്നുണ്ട് നമ്മുടെ വിവോ X200 പ്രോ, വിച്ച് ഈസ് റിയലി ഗുഡ്. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ പിന്നെ റിപ്പീറ്റ് ചെയ്തില്ല ആ ക്രോപ്പിങ്ങിൻ്റെ കാര്യം. പക്ഷേ ക്രോപ്പിങ്ങിൽ നോ ഡീറ്റെയിലിംഗ്, ആൻഡ് എവിടെ വെച്ചാണ് ക്രോപ്പിംഗ് നിർത്തുന്നത് സ്റ്റിൽ ആ പോയിന്റ് വരെ നമ്മുടെ X200 പോലെ ഡീറ്റെയിൽ ഉണ്ട്. യു ക്യാൻ സി കണ്ടോ, അതൊരു ബിഗ്ഗസ്റ്റ് നല്ലൊരു ക്ലിയർ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഫ്യൂ മോർ സാമ്പിൾസ് യു ക്യാൻ സി. ഇവിടെയും ആ ഡീറ്റെയിലിംഗ് പോകണ്ടോ, എക്സാക്ട് ലൊക്കേഷനിൽ വെച്ചാൽ പോലും ഡീറ്റെയിലിംഗ് നമ്മുടെ വിവോ X200 പ്രോയ്ക്ക് തന്നെയാണ്. ഷർട്ടിൻ്റെ കളറും കളർ ഗ്രേഡിങ് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വിവോ X200 പ്രോ. ഇനി ആ ബൈക്കിൻ്റെ ലൊക്കേഷൻ നോക്കാം ജസ്റ്റ് ദേ, അവിടെയും ഓക്കെ X200 പ്രോ തന്നെയാണ് സ്ലൈറ്റ്ലി ബെറ്റർ. പിന്നെ ആ ഒരു കളേഴ്സിൻ്റെ കാര്യത്തിൽ മൊത്തം ഓക്കെ. ഇഷ്ടം പോലെ സാമ്പിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് യു ക്യാൻ സീ ഉണ്ടോ ഈ ഫേസിൽ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടോ, പക്കാട്ടോ, ഒന്നും പറയാനില്ല. X200 പ്രോ ചുമ്മാ ലോ ലൈറ്റ് ചുമ്മാ കൊട്ടെ തൂക്കിയിട്ടുണ്ട്. ആൻഡ് ഇഷ്ടം പോലെ ഞാൻ സാമ്പിൾസ് എടുത്തിട്ടുണ്ട് രണ്ട് ഫോണിൻ്റെ. അതിനകത്ത് ചില ഫോട്ടോസ് നോക്കി ചുമ്മാ ജില്ല്. ഓക്കെ ഇത് സെയിം സംഭവം രണ്ടുപേരുടെയും. ദേ ഓക്കെ രണ്ടും അത്യാവശ്യം കൊള്ളാം. ആൻഡ് ഒബ്വിയസ്ലി ഡീറ്റെയിലിങ്ങും ക്രിസ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അഗെയിൻ. ഇവിടെ നല്ല നോയ്സിൻ്റെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഫേസിനകത്ത് നോയ്സിൻ്റെ ഇഷ്യൂസ്, കുറച്ച് ഡിസ്റ്റോർഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ S24 വേഴ്സസ് ഇറ്റ്സ് പക്ക ഓൺ ദ വിവോ X200 പ്രോ. ഈ നമ്മൾ ബ്രൈറ്റ് ഇൻഡോറിട്ട് വന്നു കേട്ടോ. ആൻഡ് S24 അൾട്ര X200 പ്രോ ഓക്കെ ക്രോപ്പിംഗ് ഇപ്പോൾ ഡീറ്റെയിലിംഗ് എല്ലാം ഉണ്ട്. S24 അൾട്രയ്ക്കും ഉണ്ട്, ഇതിനും ഉണ്ട്. ആൻഡ് ആ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഒക്കെ അത്യാവശ്യം രണ്ടും കൊള്ളാം. സോ X200 പ്രോ S24 അൾട്ര ഒക്കെ രണ്ടും കൊള്ളാം കേട്ടോ. ആൻഡ് രണ്ടിലും അത്യാവശ്യം ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഫേസ് നോക്കട്ടെ, രണ്ടും ഫേസൊക്കെ പക്ക.
രണ്ടൊരു വിന്നർ പറയാനില്ല കേട്ടോ. രണ്ടുപേരും ഈ ഒരു സിനാരിയോയിൽ കണ്ടോ രണ്ടിൻ്റെയും കളേഴ്സൊക്കെ അടിപൊളി. സോ ക്രോപ്പിങ്ങിനകത്തും ഡീറ്റെയിലിങ്ങിനകത്തും S24 അൾട്ര എനിക്ക് മൈനർ എഡ്ജായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം റെഡി മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണ ഒരു ഔട്ട് ആണോ S24 അൾട്രയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിലിംഗ് കൊണ്ട് പക്കയാണ്. മീൻസ് നമ്മൾ ഇട്ടേക്കുന്ന ഷർട്ടിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ അതേപടി നിൽക്കും. പക്ക നാച്ചുറലായിട്ടൊരു DSLR എടുത്താൽ അല്ലെങ്കിൽ മിറർലെസ് എടുത്താൽ അതിൻ്റെ ഔട്ട് അതാണ് S24 അൾട്ര. പക്ഷേ വേഴ്സസ് നമ്മൾ ആ സെയിം ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഒരു കളർ ഗ്രേഡിങ് അല്ലെങ്കിൽ ഒരു കളർ ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഒന്നായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് എന്തായിരിക്കും? ആ രീതിയിലൊരു ഇൻസ്റ്റാഗ്രാം റെഡി ഔട്ടാണ് നമ്മുടെ വിവോ X200 Proയിൽ വരുന്നത്. പക്ഷേ ഒരു ഡീറ്റെയിലിങ്ങിനകത്ത് ഒരു ലൈറ്റ് സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ആൻ ഇൻസ്റ്റാഗ്രാം റെഡി അറ്റ് എ ഗ്ലാൻസിൽ നല്ല കിണ്ണം കാച്ചിയ ഔട്ടാണ്. എന്ത് രണ്ടും പക്ക ഒബ്വിയസ്ലി പിന്നെ ക്രോപ്പിംഗ് ദേ ഈ ഒരു ഏരിയ വരെ വേഴ്സസ് ഇവിടെ വെച്ച് സ്റ്റക്കായി. ഓക്കെ ഓക്കെ രണ്ടും കൊള്ളാം. ആൻഡ് ഈ ഒരു ഷോട്ടിൽ എനിക്ക് ഡീറ്റെയിലിംഗ് എനിക്കിത് ഇവിടെ അടിപൊളിയായിട്ട് തോന്നുന്നുട്ടോ. നമ്മുടെ വിവോ X200 Proയിനകത്തെ ചില ഇൻഡോർ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ഇത് 5.9x കാരണം കുറച്ചും കൂടെ ക്ലോസപ്പ് വരുന്നുണ്ട്. വേഴ്സസ് ഇത് കുറച്ചും കൂടെ ബാക്ക് എക്സാക്ട് സെയിം സ്ഥലത്ത് നിന്ന് രണ്ടും എടുത്തിട്ടും കണ്ടോ കുറച്ചും കൂടെ ബാക്കിയിട്ടാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. ഇത് നല്ല ക്ലോസ് പോകുന്നുണ്ട് നമ്മുടെ X200 Pro. സോ അതിൻ്റെ ഒരു ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവിടെ ഒരു എന്താ പറയുക പുറത്തെ ലൈറ്റ് കുറച്ച് ഫോക്കസ് തന്നേക്കണോ ആ HDR ബാലൻസ് കുറച്ചും കൂടെ എനിക്ക് അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയത് എനിക്ക് നമ്മുടെ X200 Proയിലാണ്. ഇത് ഇച്ചിരി ഒരു ഇഷ്യൂ എന്ന് പറയാനില്ല. ബട്ട് സ്റ്റിൽ ഒന്ന് ഇതായിട്ടില്ല. ആ ഫേസിൻ്റെ അവിടെ ആ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടില്ല. വേഴ്സസ് നമ്മുടെ കണ്ടോ ഇത് പക്കയായിട്ട് ഫേസ് ഡിറ്റക്ട് ചെയ്ത് ആ ഫേസിൽ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് X200 Proയിൽ. ആൻഡ് ഫ്യൂ മോർ സാമ്പിൾസ്. ഓക്കെ രണ്ടും കൊള്ളാം. പക്ഷേ സ്റ്റിൽ ഐ വുഡ് സേ X200 Pro ആണ് ഒരു സ്ലൈറ്റ് ബെറ്റർ ആയിട്ട് ഈ ഒരു സിനാരിയോ എനിക്ക് ഔട്ട് ഫീൽ ചെയ്ത്. ഇതിനകത്ത് മുമ്പേ പറഞ്ഞ സെയിം കാര്യങ്ങൾ പക്ഷേ അത്ര ഒരു ഡിഫറൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഷർട്ടിൻ്റെ കളർ കുറച്ചും കൂടെ ഐഡിയൽ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ടിലും. ആൻഡ് ഡീറ്റെയിലിംഗ് ഐ വുഡ് സേ ഹിറ്റ്സ് ഫോർ ദ ഗാലക്സി S24 അൾട്ര. ആൻഡ് യു കെൻ സീ കണ്ടോ S24 അൾട്രയാണ് അത് കൊണ്ടുപോയത്. ആൻഡ് ഫ്യൂ മോർ ഈ ഷോട്ടിനകത്ത് കണ്ടോ S24 അൾട്ര പക്കയായിട്ട് HDR ബാലൻസ് ഒക്കെ മെയിൻ പക്കയായിട്ട് ചെയ്തു. ഇവിടെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നു. ഇപ്പോൾ ചില സിനാരിയോയിൽ ഞാൻ ഇങ്ങനത്തെ ബ്രൈറ്റ് നല്ല ഔട്ട്ഡോർ ബ്രൈറ്റിന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫോർഗ്രൗണ്ടിൻ്റെ സബ്ജക്റ്റിൽ ഈ സെയിം ഇഷ്യൂവിന് ഇപ്പോൾ 2 തവണ കണ്ടു. സാമ്പിൾസ് S24 അൾട്ര അത്യാവശ്യം കൊള്ളാണ്. പക്ഷേ ഫേസിനകത്ത് എന്തോ ഒരു അത്ര ഒരു ഡീറ്റെയിലിംഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആകെ ഒരു ഇതുപോലെ. ആൻഡ് ലെറ്റ് മീ ഡയറക്ട്ലി കമ്പയർ ദം സൈഡ് ബൈ സൈഡ്. ആൻഡ് ഇവിടെയും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇവിടെ കണ്ടോ നമ്മുടെ വിവോ X200 Pro ആണ് കുറച്ചും കൂടെ ബെറ്റർ. ആൻഡ് ആ ഷൂവിൻ്റെ ഒരു ഏരിയ ആണെങ്കിലും ലെറ്റ്സ് സീ കണ്ടോ ആ ഒരു ഡീറ്റെയിലിംഗ് കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവിടെയാണ്. ഇവിടെ എത്രയും ക്രോപ്പ് ആവണമെന്നുള്ളൂ ഡീറ്റെയിലിംഗ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ആൻഡ് ഓക്കെ ഇത് S24 അൾട്ര ആയിട്ട് കുറച്ചുകൂടെ ബെറ്റർ. സോ ഇതിങ്ങനെ മാറി മാറി വരുവാണ് കേട്ടോ ഓരോ ഷോട്ടിലും. ഇത് പറഞ്ഞാൽ രണ്ടും അത്യാവശ്യം കൊള്ളാം കേട്ടോ. ആൻഡ് ഇത് ഫേസിലൊക്കെ പക്ക ഡീറ്റെയിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് S24 അൾട്ര. ആൻഡ് ഇവിടെ നമ്മൾ ഓൾറെഡി ആ ഡിജിറ്റലൈസ് ചെയ്ത സംഭവം പിന്നെ ആ ഫേസിനകത്ത് ആ ചെറിയ ഒരു റീടച്ചിങ് അല്ലെങ്കിൽ ആ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്ത എഫക്റ്റും. ആൻഡ് നെക്സ്റ്റ് എൻ്റെ വാച്ചിൻ്റെ ഒക്കെ ഡീറ്റെയിൽ കണ്ടോ S24 അൾട്ര ചുമ്മാ തീയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് അത് ഇവിടെ ഓക്കെ ഗെയിൻ ഈ ഷോട്ട് S24 അൾട്ര ആണ്. ആൻഡ് നെക്സ്റ്റ് സാധനം ഓക്കെ ആൻഡ് ഐ വുഡ് സേ ഇത് S24 അൾട്ര ആണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു ഏരിയ ചുമ്മാ കമ്പാരിസൺ ഇല്ല. ഞാൻ ചുമ്മാ എടുക്കാണ്ടിരുന്നതാണ് ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. കാരണം ഒരു കമ്പാരിസൺ ഇല്ല. നോയ്സ് ഉണ്ട്, ഡിസ്റ്റോർഷൻ ഉണ്ട്, മൊത്തത്തിൽ ഡീറ്റെയിലിങ്ങിന് ഒന്നുമില്ല. വേഴ്സസ് വിവോ X200 Pro ചുമ്മാ തൂക്കി നോർമൽ ഒരു ഷോട്ട് പോലെ തന്നെ അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇരിക്കണേ. ആൻഡ് ഇതിനകത്തൊരു കളർ ഗ്രേഡ് അപ്ലൈ ചെയ്തൊരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിന് കാണിച്ചു തരാം. യു ക്യാൻ സീ കണ്ടോ മീൻസ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ ഇട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. കൾച്ചറൽ പോർട്രേറ്റ് എന്ന് പറയും. കാരണം അതുപോലും പക്ക ഡീറ്റെയിൽ ഫേസ് ഡീറ്റെയിലിങ് പക്കയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ S24 അൾട്ര എടുത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. കാരണം അത്രയ്ക്ക് ഷോക്കായിരുന്നു S24 അൾട്രയിലെ ആ ഒരു മോഡ്. S24 അൾട്രയിലെ ഇതാട്ടോ മോഡ് വരുന്നത്. എക്സാക്റ്റ് അങ്ങനെയല്ല വരുന്നത്. മീൻസ് അവരുടെ ഈ കളർ പോയിന്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ഫിൽറ്റർ ഡയറക്റ്റായിട്ട് ഇല്ല. കമ്പാരിറ്റീവ്ലി ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ഞാൻ ചുമ്മാ ട്രൈ ഔട്ട് നോക്കുക. പക്ഷേ അത് ഷോക്കായിരുന്നു. നോർമലി ഷോക്കായിരുന്നു. ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഷോക്കായിരുന്നു. ക്വിക്കായിട്ട് കുറച്ച് സെൽഫീസ് കമ്പയർ ചെയ്യാം. ഇത് നമ്മുടെ S24 അൾട്ര പക്ക ഡീറ്റെയിലിംഗ് പക്കയായിട്ടുണ്ട്. ആൻഡ് ഇവിടെയും പക്കയായിട്ട് ഇവൻ നമ്മുടെ ആ ഫേസിൻ്റെ അതായത് സ്വെറ്റ് ഡ്രോപ്സ് വരെ പക്കയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ X200 Pro. ഓക്കെ രണ്ടും കൊള്ളാം. ആൻഡ്
രണ്ടും കൊള്ളാട്ടോ, ഒന്നും പറയാനില്ല. രണ്ട് പക്ഷേ ആ സ്വെറ്റ് ഡ്രോപ്സ് വരെ വന്നാണ് എനിക്ക് X200 Pro വേണ്ട കുറച്ചും കൂടെ സെറ്റപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യണേ. ആൻഡ് യു ക്യാൻ സീ ഉഫ്. ഓക്കെ, സ്റ്റിൽ ഇവിടെ ഒരു വാം ടോണിൻ്റെ ഒരു ലൈറ്റ് സെറ്റപ്പ് X200 Proയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഫേസിൽ വളരെ ലൈറ്റായിട്ട്. മറ്റേ S24 Ultra പക്ക എങ്ങനെയാണ് ആയിരിക്കണേ അങ്ങനെ തന്നെ, ഒന്നും വന്നിട്ടില്ല, ഏത് രീതിയിലാണ് എടുത്തിട്ടും പക്കയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഫേസ് ശ്രദ്ധിച്ചറിയാം, ഈ ഒരു ടോണിലും ഫേസിനകത്ത് ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ആ ഒരു കളറിന് എന്തൊരു സെറ്റപ്പ് ഡിഫറൻസ് വരുന്നുണ്ട്. വേറെ കാര്യം അതും കൂടെ ശ്രദ്ധിച്ചോ, ഷർട്ടിൻ്റെ കളറാണ് നല്ല ഡിഫറൻസ്. ആ ഒരു ഡിഫറൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ഡിഫറൻസ് വന്നിരിക്കണേ. എക്സാക്റ്റ് കളർ ഒബ്വിയസ്ലി നമ്മുടെ S24 Ultra എടുത്തിരിക്കണം. ഇവിടെ ആ ഒരു കളറിൻ്റെ ആ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതെ ഫ്യൂ മോർ സാമ്പിൾസ്. ഓക്കെ, കണ്ടത് ആ ഡീറ്റെയിലിങ് ക്രിസ്പ് ആയിട്ട് ഒന്നും പറയാനില്ല. ഇവിടെയും കൊള്ളാം. സോ പക്ഷേ ഷർട്ട്സിൻ്റെ കളറൊക്കെ ഉണ്ടോ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ഫേസിനകത്തായാലും നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ എക്സാക്റ്റ് നാച്ചുറലായിട്ട് കളർ S24 Ultra ആണ് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണേ. ഇതിനകത്തൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഔട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യണേ. ആൻഡ് വാവ്, ഇതിനകത്ത് ഡിജിറ്റലൈസ് ഉണ്ടല്ലോ, ഔട്ട് കാണാൻ ചുമ്മാ തീയാണ് കേട്ടോ X200 Pro. ഇവിടെ നമുക്ക് എന്താണ് എല്ലാം അങ്ങനെ തന്നെ ഇരിക്കണം, നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഫീലിംഗ് ഒന്നുമില്ല, പക്കയായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള ഫീലിംഗ് S24 Ultra വേഴ്സസ് ഇത് എടുത്ത് കഴിഞ്ഞ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇച്ചിരി ഡിജിറ്റലൈസ് ചെയ്തൊരു എഫക്റ്റാണ് നമ്മുടെ X200 Pro തന്നെ. ഓക്കെ, കൊള്ളാം. പിന്നെ ഡീറ്റെയിലിംഗ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കേട്ടോ. ആൻഡ് ലെറ്റ്സ് സീ എവിടെ വരെ ക്രോപ്പ് ആവുന്നു കേട്ടോ. ഇത് ചുമ്മാ തീ. എങ്ങനെയായാലും റിയർ ക്യാമറ ആയിക്കോട്ടെ ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ S24 Ultra ക്രോപ്പിങ്ങിന് നെക്സ്റ്റ് ലെവലിട്ട് കൊണ്ടുപോയി. ഷോട്ട് ഓക്കെ, രണ്ട് അത്യാവശ്യം ക്രിസ്പ് ഡീറ്റെയിലിങ് യു ക്യാൻ സീ. ആൻഡ് ഓക്കെ, ഒബ്വിയസ്ലി ക്രോപ്പിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് വേഴ്സസ് കളേഴ്സൊക്കെ ആണെങ്കിലും ഓക്കെ രണ്ടും കൊള്ളാം കേട്ടോ. യു ക്യാൻ സീ. ആൻഡ് ഒരു ഷോട്ടർ കാണിച്ചു തരാം സെയിംസ്. ഓക്കെ, സോ ഓക്കെ രണ്ടും കട്ടയ്ക്ക് കേട്ടോ. ആൻഡ് കളേഴ്സിനകത്താലും ഈ വൈറ്റ് കളറിന് പറ്റുന്ന ഷെയ്ഡിന് വ്യത്യാസമുണ്ട്. ആൻഡ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള S24 Ultra തന്നെയാണ് വേഴ്സസ് ആ ഒരു ഫിൽറ്റേർഡ് എഫക്റ്റ് കാണിച്ചുതരാം. ഇതിൻ്റെ കണ്ടോ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ ചുമ്മാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നൈസ്. ആൻഡ് ദെൻ ഓക്കെ, ഇതിനകത്ത് എനിക്ക് ഡീറ്റെയിലിംഗ് കുറച്ചും കൂടെ ഫീൽ ചെയ്ത് നമ്മുടെ വിവോ X200 Proയ്ക്കാണ്. ഇത് അത്ര ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നില്ല, ചില ലൊക്കേഷനിൽ ഫീൽ ചെയ്യുന്നത്, പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ X200 Proയ്ക്കാണ്. ആൻഡ് ഇവിടുത്തെ ഡീറ്റെയിലിംഗ് ഓക്കെ, ഇത് ഇവിടുത്തെ ഡീറ്റെയിലിംഗ് നല്ലത് നമ്മുടെ S24 Ultra ഉണ്ടോ. സോ ഓരോന്നും നമ്മുടെ ലീവ്സ് നല്ലത് X200 Proയും നമ്മുടെ ബോട്ടം നല്ലത് നമ്മുടെ S24 Ultra ആണ്. ആൻഡ് ഫ്യൂ മോർ സാമ്പിൾസ്. ഓക്കെ, ഇത് രണ്ടും അത്യാവശ്യം കട്ടയ്ക്ക്. ഓക്കെ, ഇത് S24 Ultra ഉണ്ടോ സ്ലൈറ്റ്ലി ബെറ്റർ. ആൻഡ് ഓക്കെ, ഇത് ഇച്ചിരി ടഫ് സിനാരിയോ ഉണ്ടോ, രണ്ടും പക്ക. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടോ ഊഫ് വേഴ്സസ്. ഓക്കെ, സോ ഐ വുഡ് പ്രിഫർ. ഇതിനകത്ത് ഇവിടുത്തെ ആ സ്റ്റോൺസ് ഉണ്ടോ, ആ ഒരു സർക്കിൾ സാധനങ്ങളൊക്കെ പോയി കിട്ടുന്നില്ല, നല്ല ക്രോപ്പ് ചെയ്താൽ പോലെയാണ്, അത്രയ്ക്ക് എടുത്തണ പോലില്ല ഇതിനകത്ത്, അത്ര നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ഐ വുഡ് പ്രിഫർ ദ S24 Ultra ഓവർ ദ X200 Pro. നെക്സ്റ്റ് ഒരു ഷോട്ട്. ഓക്കെ, രണ്ടും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓക്കെ, S24 Ultra ഉണ്ടോ കളർ കുറച്ചും കൂടെ ഒരു സെറ്റപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യണേ പേഴ്സണലി. ആൻഡ് ഓക്കെ, ഇത് X200 Pro ഉണ്ടോ കേട്ടോ. S24 Pro അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. S24 Ultra ഏരിയ സ്ട്രഗിൾ ചെയ്യുവാണ് കേട്ടോ. ആൻഡ് ഓക്കെ, ഇത് രണ്ടും അത്യാവശ്യം നല്ലതാണ്. ആൻഡ് ഐ വുഡ് സേ സ്ലൈറ്റ്ലി ബെറ്റർ നമ്മുടെ S24 Ultra ആണ്. നെക്സ്റ്റ് എൻ്റെ മോനെ, ആ ഡീറ്റെയിലിംഗ് കണ്ടോ നമ്മുടെ ഇതിനകത്ത് S24 Ultra അത്ര സെറ്റപ്പായിട്ട് വന്നിട്ടില്ല, സ്റ്റിൽ കൊള്ളാം. പക്ഷേ എനിക്ക് ഐ വുഡ് സേ ഐ വുഡ് പ്രിഫർ ഒബ്വിയസ്ലി യു ക്യാൻ സീ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ. വിവോ X200 Pro ഫോർ ഷുവർ. ഇതിനകത്ത് അത്ര ഒരു ഡീറ്റെയിലിംഗ് കിട്ടുന്നില്ല നമ്മുടെ S24 Ultraയിൽ. അത് എല്ലാ ഷോട്ടും അത്യാവശ്യം നൈസായിട്ട് വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ക്ലിയർ വിൻ ഫോർ ദ S24 Ultra. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പുതിയ താറാണ് 4 door. ആൻഡ് യു ക്യാൻ സീ ഗ്രില്ലിൻ്റെ അവിടെയൊക്കെ. ആൻഡ് രണ്ടിനും കളറ് തന്നെ ഉണ്ടോ, രണ്ടും നല്ല വ്യത്യാസം. ഇതിനകത്തൊരു ചെറിയ ടൈപ്പ് ഓഫ് റെഡും ഇതിനകത്ത് വേറെ ടൈപ്പ് ഓഫ് ഒരു മാറ്റ് ടൈപ്പ് ഓഫ് റെഡും അത്രയ്ക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നോ പാർക്കിംഗ്. ഓക്കെ, സോ ആൻഡ് റിയർ ഒബ്വിയസ്ലി ഐ വുഡ് സേ എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ വിവോ X200 Pro ആണ്. ആൻഡ് ഇനി അല്ലാത്ത കുറച്ച് ഷോർട്സ്.
ആൻഡ് ഇതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ രണ്ടിനെയും പക്ക. ആൻഡ് ഇതിനകത്ത് കണ്ടല്ലോ എനിക്ക് ഡീറ്റെയിലിംഗ് നേരെ തിരിഞ്ഞു. സാധാരണ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നത് നമ്മുടെ S24 നേരെ ഡീറ്റെയിലിംഗ് കൂടുതലുള്ളത് നമ്മുടെ വിവോ X200 Proയ്ക്കാണ് കേട്ടോ. ആ ഒരു സെയിം ലൊക്കേഷൻ തന്നെ ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിനകത്ത്. സാധാരണ ഈ ലൊക്കേഷനിൽ വരുമ്പോൾ S24 ഇനിയും ക്രോപ്പ് ചെയ്യുമ്പോൾ S24 ആണ്, പക്ഷേ ഇത് ക്രോപ്പിംഗ് മാത്രം നടക്കുന്നു, പക്ഷേ ഡീറ്റെയിലിംഗ് ഇല്ല. പക്ഷേ ഇത് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വിവോ X200 Pro. ആൻഡ് ഇതും കൊള്ളാം. എനിക്ക് X200 Proനേക്കാൾ ഇഷ്ടപ്പെട്ടത് S24 ആണ്. ആ ഒരു കളേഴ്സും കാര്യങ്ങളൊക്കെ. ഗ്രൗണ്ട് ലെവൽ ഷോട്ട് ഓക്കെ, രണ്ടും കൊള്ളാം. എനിക്ക് തോന്നുന്നു S24 കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രണ്ടിനകത്ത് ഗ്രീൻ കളറൊക്കെ കുറച്ച് ബൂസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ വിവോ X200 Pro വേഴ്സസ് S24 കൊള്ളാം. ആൻഡ് അനദർ ഷോട്ട്. ഇവിടെ S24 ഇച്ചിരി സ്ട്രഗിൾ വന്നിട്ടുണ്ട് എഡ്ജ് ഡിറ്റക്ഷൻ്റെ കാര്യത്തിൽ. നൈറ്റ് ആയറിനാണ്. യു ക്യാൻ സീ ദ ടൈം 21:09 എടുത്തേക്കണേ. ഓക്കെ, സോ കൊള്ളാം. വിവോ X200 Proയ്ക്ക് ഞാൻ പിന്നെ കൊടുക്കുന്നു. ആൻഡ് അനദർ ഷോട്ട്. ഓഫ്, കിട്ടില്ല, ക്ലോസ് പോകുന്നുണ്ട്. ആൻഡ് രണ്ടിന് ആടുമ്പോൾ അത് കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. സോ ഐ വുഡ് പ്രിഫർ നാച്ചുറൽ കളർ ടോൺസ് ആണെങ്കിൽ S24 ആൻഡ് സാച്ചുറേറ്റഡ് ആണെങ്കിൽ വിവോ ആണ്. ആൻഡ് വൈറ്റ് കളർ ഓക്കെ, ഇതാണ് നാച്ചുറൽ. ഓക്കെ, ഇതുണ്ടാവും ഇച്ചിരി ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എഡ്ജ് ഡിറ്റക്ഷൻ രണ്ടും പക്കാട്ടോ, ഒന്നും പറയാനില്ല. ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം കുറച്ചും കൂടെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇതിനകത്ത് ഈ ഷോട്ടിലായിട്ട് S24 ആണ്. സോ ഇത്രയും ഷോർട്സ് എടുത്തതിനകത്തൊരു കൺക്ലൂഷൻ പറയാം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ചില ഷോർട്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ചിലപ്പോൾ ആ കളറിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ഡീറ്റെയിലിങ്ങിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ക്രോപ്പിങ്ങിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൻ്റെ ആയിരിക്കും. പല ഇഷ്ടം പോലെ ഫാക്ടേഴ്സ് ഉണ്ട്. സോ അബ്സല്യൂട്ട്ലി എല്ലാവരുടെയും ഡിസിഷൻ റെസ്പെക്ട് ചെയ്യുന്നു. ഐ ഡു റെസ്പെക്ട് ദാറ്റ്. ആൻഡ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം. ഒബ്വിയസ്ലി S24 തൂക്കി. ഡീറ്റെയിലിംഗ് അമ്മാതിരി ഡീറ്റെയിലിംഗ് ഉണ്ട് S24. സോ നിങ്ങൾ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഒരു ആഫ്റ്റർ എഡിറ്റ്, ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ടൊന്ന് പണിയാനാണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ S24 ഔട്ടായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇതിനകത്ത് മിക്കതും ഒരു നാച്ചുറലും ലൈറ്റായിട്ട് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാത്ത ഷോട്ട്സ് ആയിരിക്കും ഒരു 70+ ആൾക്കാർ യൂസ് ചെയ്യുക. കാരണം അതാണ് ഏറ്റവും ബെസ്റ്റ് ഔട്ട്, കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ഔട്ട് വരുന്നത് അതിനകത്താണ്. സോ ആ ഷോട്ടിൽ അത് ഫിൽറ്റർ അപ്ലൈ ചെയ്യാത്തൊരു നാച്ചുറൽ DSLR ലൈക്ക് ഒരു പോർട്രേറ്റ് ഔട്ട് കിട്ടുന്ന കാരണം അതിനകത്ത് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ കളർ ഗ്രേഡിങ് അപ്ലൈ ചെയ്യാനും ഒക്കെ ഈസി പോസിബിളാണ്. പിന്നെ അത് മാത്രമല്ല നല്ല ക്രിസ്പ് ഡീറ്റെയിലിങ്ങിൽ, കാരണം അത്രയും നമ്മൾ പ്രോപ്പറായിട്ട് ഡീറ്റെയിലിംഗ് ഒന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അത്രയും ക്രിസ്പ് ഡീറ്റെയിലിങ്ങിൽ പിന്നെ നമുക്ക് റീവർക്ക് ചെയ്ത് ഒരു അടിപൊളി ഔട്ട് പിന്നെ ഉണ്ടാക്കാൻ സാധിക്കും. X200 പോലും ഓൾറെഡി അതിനകത്ത് ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കളർ ഗ്രേഡിങ് അപ്ലൈ ചെയ്ത് ഫേസിലെ ഡീറ്റെയിലിംഗ് പോയി അങ്ങനത്തെ ഒരു ഔട്ടാണ് ഓൾറെഡി കിടക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻസ്റ്റാഗ്രാം റെഡി ഔട്ടാണ്. മീൻസ് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത ഫോട്ടോ, ഒന്നും ചെയ്യാണ്ട് ഒരു എഡിറ്റിംഗ് ചെയ്യാണ്ട് ചുമ്മാ പുട്ടുപോലെ പോസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, സോ അതിനകത്ത് പിന്നെ ഒരു ആഫ്റ്റർ എഡിറ്റ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. പറ്റും, പക്ഷേ അത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് മാത്രമാണ്. പക്ഷേ ഇതിനകത്ത് നല്ല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റും, അത്ര ഒരു രീതിയിൽ എഡിറ്റിംഗ് നടത്താൻ പറ്റും നമുക്ക്. പിന്നെ പക്ഷേ അങ്ങനത്തെ ഒരു കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരല്ല. സോ നോർമലി നോക്കുമ്പോൾ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ക്രോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ നാച്ചുറൽ ഫേസിലെ നാച്ചുറൽ ഡീറ്റെയിലിംഗ് എങ്ങനെ വേണോ അങ്ങനെയാണോ നമ്മളിരിക്കുന്നത് അങ്ങനെ തന്നെ വിത്ത് ആ ഒരു പ്രൊഫഷണലിസം ആയിട്ടുള്ളൊരു DSLR മിറർലെസ്സിൻ്റെ ഔട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ S24 മെയിനായിട്ടും കിട്ടുന്നത്. ആൻഡ് ലോ ലൈറ്റിൽ ഏത് സിനാരിയോ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ വിവോ X200 Pro തന്നെയാണ് ലോ ലൈറ്റിനകത്ത് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലൈറ്റിനകത്ത് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിട്ടോ അങ്ങനെയൊക്കെ മാറണമനുസരിച്ച് S24 ബെറ്ററായി അല്ലെങ്കിൽ അടുത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പാരിസണേ ഇല്ല. X200 Pro തന്നെ ലോ ലൈറ്റിൽ കൊണ്ടുപോയി. ബ്രൈറ്റ് ഔട്ട്ഡോർ, ബ്രൈറ്റ് ഇൻഡോർ S24 ലോ ലൈറ്റ് പോർട്രേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ വിവോ X200 Proയുമാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യം മീൻസ് നമ്മൾ പല ഫിൽറ്റേഴ്സ് എടുത്ത് പല അടിപൊളി കിണ്ണം കാച്ചിയ മോഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി. ഏത് രീതി ചിലർക്ക് നാച്ചുറൽ ആയിരിക്കില്ല ഇഷ്ടം, കുറച്ചൊരു കളർ ഗ്രേഡ് അപ്ലൈ ചെയ്ത് കുറച്ചും കൂടെ ഫിൽറ്റർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എഫക്റ്റ് ഒക്കെ ഇട്ടുള്ള സാധനങ്ങളായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഞാനത് പറഞ്ഞപ്പോഴത്തെ ഒരു ഷോട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത കുറച്ച് സാമ്പിൾസ് ഐ ക്യാൻ സി. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ട്, ക്രിസ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ X200 Pro 10X മോഡ് കേട്ടോ. കണ്ടോ, 4K 30 FPS എടുക്കണേ.
ആൻഡ് യു ക്യാൻ സി അത്യാവശ്യം കൊള്ളാം. യു ക്യാൻ സി ഓക്കെ, ഫേസ് അത്ര ക്രിസ്പല്ല സ്റ്റിൽ. ഓക്കെ, ഇതേ 3.7x ആയിട്ടുണ്ട്. ഓക്കെ, 2x. ഇനി ഇവിടെ 1x. നമ്മുടെ 0.6x കേട്ടോ. അതാണ് മാക്സിമം. ആ സ്കൈ ടോൺസ് ഒക്കെ സ്റ്റിൽ ആ മേളിലത്തെ സ്കൈ ടോൺസ് ഒക്കെ അത്യാവശ്യം പക്കയായിട്ട് വന്നിട്ടുണ്ട്. സെയിം സാധനം നമ്മുടെ S24 അൾട്രയിലും. സോ S24 അൾട്ര ആണ് ആ വീഡിയോഗ്രാഫിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഫേസിനകത്ത് ഡീറ്റെയിലിങ്ങും പക്കയായിട്ട് ഓൾറൗണ്ടായിട്ട് എനിക്ക് S24 അൾട്രയിൽ ഔട്ടാണ് കുറച്ചും കൂടെ വീഡിയോഗ്രാഫിയിൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, കണ്ടോ ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. ഓക്കെ, മാക്സിമം അൾട്രാ വൈഡിൻ്റെ സമയത്ത് കൂടെ ആ ഷോട്ട് നോക്കാം. HDR ബാലൻസ് പക്ഷേ എനിക്ക് തോന്നുന്നു S24 അൾട്രനേക്കാളും കുറച്ചും നന്നായിട്ട് മാനേജ് ചെയ്ത് X100 200 Pro ആണ്. FPS. So this is taken on the 8K at 30. 8K 30 FPS വീഡിയോ റെക്കോർഡിംഗ് കേട്ടോ. 2x എടുക്കാൻ പറ്റും. This is the 2x. Maximum I think 5x ആയിട്ട് പോകാൻ പറ്റും. This is the 1x and the maximum would be the 5x. And you can see 5x. And this is the out. So that's it. Anyways, I'm gonna run a bit. 8K ലേട്ടാ റൺ ചെയ്യാൻ പോണേ. ഒബ്വിയസ്ലി ഷോക്ക് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പാരിറ്റീവ്ലി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി ഷേക്ക് എക്സ്പെക്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് Vivo X200 Pro also supports 4K at 120 FPS. 4K 120 ആണ്. The super smooth videography on the Vivo X200 Pro. This is wow. Stunning. 4K to 120 FPS support ചെയ്യും കേട്ടോ. X200 Pro also supports 4K at 120 FPS. You can see the super. ഇവിടെ നമുക്ക് S24 അൾട്രയിൽ 4K to 60 ഉള്ളൂ. ഇവിടെ നമുക്ക് 4K 120 ഉണ്ട്. On the Vivo X200 Pro. This is wow. കിട്ടില്ല, ഒന്നും പറയാനില്ല. നല്ല സ്മൂത്തും അത്യാവശ്യം കിട്ടിലും ഡീറ്റെയിലിങ്ങും. ഒന്ന് ഓർഡറിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ കേട്ടോ ആ ഒരു ഡീറ്റെയിലിങ്ങും ആ ഒരു ഫോക്കസും ഒട്ടും പോയിട്ടില്ല. Next is regarding the front camera video stabilization, but it only supports 1080p at 30 fps with the steady face mode or the stabilization mode. So I'm going to run from here itself in 3 2 1 and go. Okay, front camera stabilization pakka 1080p at 30 fps le. The normal video on the Vivo X200 Pro, and the best part is this also supports Dolby Vision. So this is the Dolby Vision out for the Vivo X200 Pro at 4K at 60 fps. Glad it supports on 4K at 60 fps. I thought it would be switching to 120p at 30 or 60. So it's you can see the background. ക്രിസ്പ് ഡീറ്റെയിലിംഗ് കേട്ടോ, പക്ക ക്യാമറ ചുമ്മാ. So in 3 2 1 and go. Okay, so that's it for Vivo X200 Pro with the Dolby Vision at 4K at 60 fps. കൊള്ളാം. ഇനി പോർട്രേറ്റ് വീഡിയോ കേട്ടോ. On the Vivo X200 Pro on the front camera taken at 1080p at 30 fps, and you can see the background blur over here and see. Okay, so let me edit detection ഒക്കെ പക്കാട്ടോ. Okay, so that's it from Vivo X200 Pro. നമ്മുടെ stabilization ആണ്. We are going to check the rear camera stabilization on the Vivo X200 Pro. Taken at 2.8K at 30 fps, just like the iPhone 16 Pro Max. And I have turned on the stabilization as well. And you can shoot on 1x, 2x, 3.7x, and maximum to 5x. So let me switch on 1x and let me start. നടക്കണ അത്ര സ്റ്റേബിൾ കേട്ടോ, പക്ക. ഓക്കെ,
പിന്നെ ഇതിനകത്ത് കുറച്ച് വീഡിയോയുടെ കുറച്ച് കാര്യം ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇവിടെ ഡോൾബി വിഷൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഞാൻ ജസ്റ്റ് മാക്സിമം നമുക്ക് ഡോൾബി വിഷൻ ഓഫ് ചെയ്യാം. മാക്സിമം നമുക്ക് 8K 30 FPS വരെ റെക്കോർഡിങ് പറ്റും. 8K തന്നെ 1x 2x 5x വരെ പോകാൻ പറ്റും 8K കേട്ടോ. ആൻഡ് ദെൻ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് 2.8K 30 FPS പോകും. ഇനി നമ്മൾ സ്റ്റെബിലൈസേഷൻ ഓഫാക്കി 8K അല്ലെങ്കിൽ ഇട്ടു ഡോൾബി വിഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് 4K 30 FPS കിട്ടും. ഓക്കെ, ആൻഡ് 4K നമുക്ക് 4K 120 FPS വരെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒരു മെയിൻ സാധനം സിനിമാറ്റിക് വീഡിയോ എങ്ങനെയുണ്ട് നോക്കിയോട്ടോ. ഡീറ്റെയിലിംഗ് കൊണ്ടുവരുമ്പോൾ 4K 30 FPS ആണ് നമ്മൾ പക്ക. സൗണ്ട് and you can now check the background blur, the detailing and all. So that's from the Vivo X200 Pro. Okay, so പക്ക ആയിട്ടോ. Okay, 24 Ultra on the Galaxy S24 Ultra 4K at 30 FPS and on 2x, and you can see the background blur, everything and all. So ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൂട്ടിയിടുമ്പോൾ നമ്മുടെ S24 Ultrയ്ക്ക് ഇച്ചിരി എന്തുകൊണ്ടോ യു കൻ സി ആ ഒരു അടുത്ത് വരുമ്പോൾ ഓക്കെയാണ്. ഇച്ചിരി ദൂരെ പോകുമ്പോൾ അത്ര ഒരു സെറ്റപ്പ് ഫീൽ ചെയ്യുന്നില്ല S24 Ultrയിൽ. Which is taken on the Galaxy S24 Ultra at same 4K 30 FPS. That's the UHD at 30 FPS, and so you can see this is on the maximum ultra wide mode, and now you can see 1x ഇടുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ചില ക്ലോസപ്പ് ഇട്ടിട്ട് സബ്ജക്റ്റ് ബാക്ക് ഇട്ട് പോകുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്. അത് 1x കുഴപ്പമില്ല. That was it for the Galaxy S24 Ultra. Okay, is the portrait video which is taken on the Galaxy S24 Ultra. 4K 60 and 30 FPS ആട്ടോ. പോർട്രേറ്റ് വീഡിയോ ആണ്. അറ്റ് മീൻസ് ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ. ഓക്കെ, പോർട്രേറ്റ് വീഡിയോ എനിക്ക് ഒബ്വിയസ്ലി ഇഷ്ടപ്പെട്ടത് നമ്മുടെ X200 Proയുടെ ആട്ടോ. ഓക്കെ, ഷെയ്ക്കും ഉണ്ട്. X200 Pro പക്കയായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നോർമൽ വീഡിയോഗ്രാഫി ആണ്. 4K 60. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല, സ്റ്റെബിലൈസേഷൻ ഓക്കെയാണ് അത്യാവശ്യം. സ്റ്റിൽ ഐ വുഡ് പ്രിഫർ the Vivo X200 Pro over the Galaxy S24 Ultra. This is the portrait video of the Vivo X200 Pro, and now it's on 4K at 30 FPS, and you can see the background blur, the detailing on my face and everything. So you can just check it out. Okay, so that's from the Vivo X200 Pro. Let me go a bit far, and this is now taken on 3.7x. Now you're watching on the portrait video 1x, and the thing is actually I have applied the natural portrait filter, and along with that a cinematic flare effect, and now you can see, and you can now check the background blur, the detailing and all. So that's from the Vivo X200 Pro. Okay, so okay, this is the portrait video which is taken on the Galaxy S24 Ultra 4K at 30 FPS and on 2x, and you can see the background blur, everything and all. This is the 1x which is taken on the Galaxy S24 Ultra at same 4K at 30 FPS. That's the UHD at 30 FPS, and so you can see this is on the maximum ultra wide mode, and now you can see the background blur, the detailing, the depth effects and all. So that was it for the Galaxy S24 Ultra. Normal video mode on the Vivo X200 Pro at 10x, and this is taken on the 4K at 30 FPS in the Dolby Vision mode, and now you can see the detailing and the depth of this video. And now let's switch to 3x, and now it's on the 3.7x on the Vivo X200 Pro, and now let's switch to the 2x, and now it's on the 2x on the Vivo X200 Pro, and now let's switch to the 1x. So this is the 1x on the Vivo X200 Pro, and now let's switch to the final ultra wide, that's the 0.6x. So this is 0.6x on the Vivo X200 Pro. So that was it regarding the videography on the Vivo X200 Pro.
Now you're watching on the Galaxy S24 Ultra UHD at 60 fps in the normal videography mode, and this is now on 10x, and you can see the detailing and all. And now let's switch to 5x. Okay, so now you're watching on the 5x on the Galaxy S24 Ultra. It's on the 3x, and now let's switch to 1x. So this is the 1x on the Galaxy S24 Ultra, and now you can see the detailing, everything. So now you're watching on the 0.6x for the Galaxy S24 Ultra, and now you can see the detailing, everything on my face and all. Okay, so that's it. The portrait video on the Vivo X200 Pro on the front camera taken at 1080p at 30 fps, and you can see the background blur over here, and see. Okay, so let me. Okay, so that's it from the Vivo X200 Pro front camera portrait video. This is the portrait video which is taken on the Galaxy S24 Ultra at 4K at 30 fps, and now you can see the detailing and the background blur, everything. And let me run a bit. Okay, so see, S24 Ultra does not support stabilization on the front camera as well as no Dolby Vision support. So this is the normal out for the Galaxy S24 Ultra, which is taken on 4K at 60 fps. And okay, let me run a bit. So that's it. The normal video on the Vivo X200 Pro, and the best part is this also supports Dolby Vision. So this is the Dolby Vision out for the Vivo X200 Pro at 4K at 60 fps. Glad it supports on 4K at 60 fps. I thought it would be switching to 180p at 30 or 60. So it's you can see the background, and so let me have a minor run to check the stabilization. So in 3, 2, 1 and go. Okay, so that was it from the Vivo X200 Pro with the Dolby Vision at 4K at 60 fps. Next is regarding the front camera video stabilization, but it only supports 1080p at 30 fps with the steady phase mode or the stabilization mode. So I'm going to run from here itself in 3, 2, 1 and go. Okay, that was it. സോ വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നോർമൽ വീഡിയോഗ്രാഫി നല്ലത് നമ്മുടെ ഗാലക്സി S24 അൾട്രയുടെയും, അതുപോലെ പോർട്രേറ്റ് വീഡിയോഗ്രാഫിയും ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോഗ്രാഫി ഇൻക്ലൂഡിങ് പോർട്രേറ്റ്സ്, നോർമൽ വീഡിയോ, ഡോൾബി വിഷൻ എല്ലാം സപ്പോർട്ടുള്ള കാരണം നല്ലത് Vivo X200 Proയുടെയാണ്. So that was it regarding the comparison between the Vivo X200 Pro versus the Samsung Galaxy S24 Ultra. So guys, that's it today. Signing off, it's Phone Mania.